ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മിസ്റ്റർ പ്രിൻസ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡ്രാഗൺ ബോൾ സൂപ്പറിൻ്റെ ടൂർണമെൻറ്റ് ഓഫ് പവറിന് ശേഷമുള്ള ഭാഗങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിന് വെറും 100 വ്യൂസ് മാത്രമാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഇത് തുടരാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ അതിൻ്റെ പാർട്ട് 2 ആണ്. നമ്മൾ എവിടെയാണോ അവസാനിപ്പിച്ചത് അവിടെ നിന്ന് തന്നെ നമ്മൾ ഇന്ന് തുടങ്ങും. പിന്നെ നമ്മൾ ഈ ചാപ്റ്ററിൽ എല്ലാ കാര്യങ്ങളൊന്നും പറയില്ല. ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ മാത്രമേ കവർ ചെയ്യൂ. കാരണം ചാപ്റ്റർ വളരെ വലുതാണ്, മൊത്തമായിട്ട് കവർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാനധികം പറഞ്ഞു ഉറപ്പിക്കുന്നില്ല, നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. പാർട്ട് 1 കാണാത്തവരാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അവിടെ പോയി കാണാവുന്നതാണ്. ഈ ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ തന്നെ ഒരു ബാക്ക് സ്റ്റോറി ആയിട്ടാണ് തുടങ്ങുന്നത്. നമ്മുടെ ഗ്രേറ്റ് ലോർഡ് ഓഫ് ലോർഡ്സിന് നേരെ വലിയ മീറ്റിയോർസ് വീഴുന്നതാണ് കാണിക്കുന്നത്. കുറച്ച് നേരത്തേക്ക് ഈ സീന് തന്നെ റിപ്പീറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. ആരാണ് അറ്റാക്ക് ചെയ്യുന്നതൊന്നും കാണിക്കുന്നില്ല. പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ പ്രിസണിൽ നിന്ന് രക്ഷപ്പെട്ടിരുന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ മോറോനെ കാണിക്കുന്നുണ്ട്. ഈ ഫ്ലാഷ് ബാക്ക് 10 മില്യൺ വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ്. ആ ടൈമിൽ നമ്മുടെ ഗ്രേറ്റ് ലോർഡ് ഓഫ് ലോർഡ്സ് ആണ് നമ്മുടെ ഈ മോറോ എന്ന് പറയുന്ന ഈ പ്രിസണറെ ക്യാപ്ചർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ അവർക്കിടയിൽ ഒരുപാട് നേരത്തേക്ക് ഫൈറ്റ് നടക്കുന്നുണ്ട്. ഈ ഫൈറ്റിൽ നമ്മുടെ മോറോ ചില പ്ലാനറ്റൊക്കെ ഒബ്സർവ് ചെയ്യുന്നതായിട്ടും പ്ലാനറ്റിൻ്റെ എനർജി അബ്സോർവ് ചെയ്യുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. ആ അബ്സർവ് ചെയ്ത എനർജി നമ്മുടെ മോറോന് സ്ട്രെങ്ത് കൊടുക്കുന്നുണ്ട്. ഈ ടൈമിൽ നമ്മുടെ ഗ്രേറ്റ് ലോർഡ് ഓഫ് ലോർഡ്സ് പറയുന്നുണ്ട്, ഇനിയും ഇതിങ്ങനെ പോകുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് കാര്യം പോകുമെന്ന് പറഞ്ഞ് ഒരു വലിയൊരു ടെക്നിക്ക് നമ്മുടെ ഗ്രേറ്റ് ലോർഡ് ഓഫ് ലോർഡ് യൂസ് ചെയ്യുകയാണ്. ഈ ടെക്നിക്ക് വളരെ ഡിവൈൻ ആയിട്ടുള്ള ഒന്നാണ്. ഈ ടെക്നിക്ക് ഉപയോഗിച്ച് നമ്മുടെ മോറോൻ്റെ മേജിക്ക് സീൽ ചെയ്ത് കളിയാണ് നമ്മുടെ ഗ്രേറ്റ് ലോർഡ് ഓഫ് ലോർഡ്സ് ചെയ്തത്. അതിനുശേഷം നമ്മുടെ ഗാലക്റ്റിക് പെട്രോൾ ഏജൻസ് വരികയും നമ്മുടെ മോറോനെ ക്യാപ്ചർ ചെയ്ത് ഒരു പ്രിസണിൽ ഇട്ട് വെക്കുകയും ചെയ്യുന്നുണ്ട്. അവിടെ വെച്ച് ആ ഫ്ലാഷ് ബാക്ക് അവിടെ അവസാനിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ കറണ്ട് ടൈം ലൈനിലേക്ക് തന്നെ വരുന്നുണ്ട്. അവിടെ വെച്ച് നമ്മുടെ ഗോക്കുവും വെജിറ്റയും ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. നമ്മുടെ മോറോ 10 മില്യൺ വർഷം കഴിഞ്ഞും ജീവൻ അവിടെ ഉണ്ടോ എന്നും, പിന്നെ നമ്മുടെ മാജിൻ ബൂ നമ്മുടെ ഗ്രേറ്റ് ലോർഡ് ഓഫ് ലോർഡ്സിനെ 5 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഒബ്സർവ് ചെയ്തെന്നും ഒരുപാട് കാര്യങ്ങൾ ഇവിടെ റിവീൽ ആകുന്നുണ്ട്. അപ്പോഴാണ് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടെന്ന് നമ്മുടെ വെജിറ്റ പറയുന്നത്. നമ്മുടെ ബൂവിനെ എഴുന്നേൽപ്പിക്കാമെന്ന് വെച്ചാൽ വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ്. കാരണം ബൂ ഇപ്പോൾ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, എപ്പോഴാണ് എണീക്കെന്ന് പറയാൻ പറ്റില്ലെന്ന് നമ്മുടെ വെജിറ്റ ഇവിടെ പറയുന്നുണ്ട്. അത് കേട്ടത് ഒരു ഗാലക്റ്റിക് പെട്രോൾ ഏജൻറ്റ് നമ്മുടെ ബൂവിനെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആ ടൈമിൽ നമ്മുടെ ബൂ ആയിക്കോട്ടെ ഉറക്കത്തിൽ തന്നെ അവനെ പിടിച്ച് ഒറ്റയിട്ട് കൊടുക്കും. അപ്പോൾ അത് കണ്ടതും നമ്മുടെ മെറസ് എന്ന് പറയുന്ന ക്യാരക്ടർ പറയൂ, നമുക്ക് ബൂ എഴുന്നേൽക്കാത്തത് വലിയൊരു പ്രശ്നം തന്നെ ആയേക്കാം, പക്ഷേ നമ്മുടെ മോറോൻ്റെ ലൊക്കേഷൻ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ലെന്നും ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഗോക്കു നമ്മുടെ മെറസിനോട് പറയും, ഞങ്ങളും നിങ്ങളെ സഹായിക്കട്ടെ എന്ന്. അത് കേട്ടതും നമ്മുടെ മെറസ് വളരെ ഹാപ്പിയോടെ ആയിക്കോട്ടെ എന്നും പറയും. പക്ഷേ നമ്മുടെ വെജിറ്റയ്ക്ക് ഇപ്പോഴും കുറച്ച് ഡൗട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. എന്തൊക്കെയോ ഹൈഡ് ചെയ്യുന്നുണ്ടെന്ന്. കാരണം അവർ ഫസ്റ്റ് ഫൈറ്റ് ചെയ്ത സമയത്ത് തന്നെ വെജിറ്റ മനസ്സിലാക്കിയിരുന്നു നമ്മുടെ ഈ ക്യാരക്ടർ വളരെ സ്ട്രോങ് ആണ് എന്ന്. ഒരു സാധാരണ ഗാലക്റ്റിക് പെട്രോൾ ഏജൻറ്റിന് ഉണ്ടാകുന്നതിലും അധിക സ്പീഡ് ഈ ക്യാരക്ടറിന് ഉണ്ട് എന്ന്. അതിനുശേഷം ഇവിടെ എന്തോ ചെറിയ സെർമണിയൊക്കെ നടക്കുന്നുണ്ട്. നമ്മുടെ ഗോക്കുവിനെയും വെജിറ്റേനെയും ഗാലക്റ്റിക് പെട്രോൾ ഏജൻസിൻ്റെ താൽക്കാലിക മെമ്പേഴ്സായിട്ട് റിക്രൂട്ട് ചെയ്യുന്നുണ്ട്, നമ്മുടെ മോറോനെ ക്യാപ്ചർ ചെയ്യുന്നത് വരെ. അതുകൊണ്ട് അവർക്ക് വേണ്ടി ഇവിടെ ചെറിയൊരു സെർമണി നടക്കുന്നുണ്ട്. അവർക്ക് നമ്മുടെ ഗാലക്റ്റിക് പെട്രോൾ ഏജൻസിൻ്റെ യൂണിഫോം കൊടുക്കാൻ നമ്മുടെ ജാക്കോ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ 2 പേര് വെജിറ്റയും ഗോക്കു അത് റിജക്റ്റ് ചെയ്യൂ. എന്നിട്ട് അവരുടെ ഡ്രസ്സിൻ്റെ മേലിൽ ചെറിയൊരു ചിഹ്നം നമ്മുടെ ഗാലക്റ്റിക് പെട്രോൾ ഏജൻസിൻ്റെ ചെസ്റ്റിലുണ്ടാകുന്ന ഈ ഒരു സിമ്പിൾ അവരുടെ ദേഹത്ത് കൊടുക്കുന്നതായിരിക്കും. പിന്നെ ഇവരോട് ഗാലക്റ്റിക് പെട്രോൾസിൻ്റെ കുറച്ച് റൂൾസിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അതൊന്നും നമ്മളിവിടെ നോക്കേണ്ട ആവശ്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് നിങ്ങൾ തെറ്റിക്കുകയാണെങ്കിൽ നിങ്ങളെ ഫയർ ചെയ്യുമെന്നും പറയുന്നുണ്ട്. പിന്നെ ഇവിടെ വെച്ച് ഇവർ പെട്ടെന്നൊരു മെഷീന് പോകുന്നുണ്ട്. ഏതൊരു 2 ബ്രദേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോൺസ് സ്റ്റോൾ ചെയ്ത് എവിടത്തേക്കോ പോകുന്നുണ്ടായിരുന്നു. അവരെ ക്യാപ്ചർ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരുടെ കൂടെ നമ്മുടെ വെജിറ്റയും ഗോക്കുവും നമ്മുടെ ജാക്കുവും പോകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഈ ട്രെയിനിലുള്ള ഇവിടെ വെച്ച് ഈ ട്രെയിനിലുള്ള ആൾക്കാരെയൊക്കെ ക്യാപ്ചർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അവിടുത്തെ പോലീസ് ഫോഴ്സുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നതും കാണിക്കുന്നുണ്ട്. ആ ടൈമിലാണ് നമ്മുടെ ഗോക്കുവും വെജിറ്റയും നമ്മുടെ ഗാലക്റ്റിക് പെട്രോൾ ഏജൻസും അവിടെ എത്തുന്നത്. അത് കണ്ടതും അവർ ഷോക്ക് ആവുന്നുണ്ട്. പക്ഷേങ്കിൽ അവരുടെ ലീഡർ പറയും അവരെ സ്കൈയിൽ വെച്ച് തന്നെ തകർത്തുകളാ അവരുടെ ഷിപ്പെന്ന്. പിന്നെ ഇവിടെ അവർ മോഷ്ടിച്ച സാധനത്തിൻ്റെ പേര് റിവീൽ ചെയ്യുന്നുണ്ട്. ബ്ലൂ ഓറം എങ്ങനെയാണ് അതിൻ്റെ പേര് കൃത്യമായിട്ട് എങ്ങനെയാണ് പ്രൊണൗൺസ് ചെയ്യുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല. പിന്നെ അതിനെക്കൊണ്ടുള്ള യൂസും നമ്മുടെ ജാക്കോ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. പലതരത്തിലുള്ള മെഷീൻസും ഇത് വെച്ച് പ്രവർത്തിപ്പിക്കാൻ പറ്റുമെന്ന്. അപ്പം നമ്മുടെ ഗോക്കു ഇത് വളരെ വാല്യൂ ഉള്ളതാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ജാക്കോ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കാണാം, ഇത് വളരെ വാല്യൂ ഉള്ളത് തന്നെയാണ്. നമ്മുടെ ക്രിമിനൽസിൻ്റെ കയ്യിൽ ഇത് എത്തിയെങ്കിൽ വളരെ ഡേഞ്ചറസും ആണെന്നും ഇവിടെ പറയുന്നുണ്ട്. ഈ ഒരു സാധനം വെച്ച് ഒരു പ്ലാനറ്റ് നശിപ്പിക്കാനുള്ള ഒരു ബോംബ് വരെ ഉണ്ടാക്കാൻ പറ്റുമെന്ന്. പിന്നെ നമ്മുടെ മേറസ് ട്രെയിനിൻ്റെ മേളിലേക്ക് ജമ്പ് ചെയ്യാണ്. അവിടെ വെച്ച് അവരുടെ ലീഡർക്കും നമ്മുടെ മേറസിനും ഇടയിൽ ഫൈറ്റ് നടക്കുകയാണ്. ഈ ഫൈറ്റ് കുറച്ച് നേരം നീണ്ടു നിൽക്കുന്നുണ്ട്. നമ്മുടെ ഗോക്കുവും വെജിറ്റയും അവരെ ഹെൽപ്പും ചെയ്യുന്നുണ്ട്. ഏറ്റവും അവസാനം നമ്മുടെ മേറസ് ട്രെയിൻ ഒരു ക്ലിഫിൻ്റെ മുകളിൽ നിന്ന് താഴോട്ടേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ മേറസ് പോയിട്ട് അതിനെ സ്റ്റോപ്പ് ചെയ്യുന്നതായിട്ടും കാണിക്കുന്നുണ്ട്.
പിന്നെ ഇവരെ ക്യാപ്ചർ ചെയ്തതിന് ശേഷം ഇവരുടെ ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് പോവുകയും അവിടെ വെച്ച് നമ്മുടെ മോറോനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പം പെട്ടെന്നൊരു സിഗ്നൽ വരുന്നുണ്ട്. നമ്മുടെ മോറോനെ സെർച്ച് ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്ക്വാഡിന് നമ്മുടെ മോറോന്റെ ലൊക്കേഷൻ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരു മെസ്സേജ് അവിടത്തേക്ക് വരുന്നത്. അപ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും, നമ്മുടെ മോറോന് അധികം ദൂരമൊന്നും പോകാൻ പറ്റിയിട്ടില്ല എന്ന്. അത് മാത്രമല്ല നമ്മുടെ ജാക്കോനോട് ഇവർ ഏത് സൈഡിലാണ് ഉള്ളതെന്നും നമ്മുടെ ഗോക്കു ചോദിക്കുന്നുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഇൻസ്റ്റന്റ് ട്രാൻസ്മിഷൻ ഉപയോഗിച്ച് ഗോക്കുവിന് നമ്മുടെ മോറോന്റെ എനർജി ട്രാക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മുടെ ഗോക്കു നോക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മുടെ ജാക്കോന് കാര്യങ്ങളൊന്നും മനസ്സിലാകാത്തത് കൊണ്ട് തന്നെ നമ്മുടെ വെജിറ്റിനോട് ചോദിക്കുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ വെജിറ്റ ജാക്കോനോട് ഒരു കാര്യം പറയും, ഗോക്കുവിന് തന്റെ സെൻസ് ഉപയോഗിച്ച് ക്രിമിനൽസിനെ ട്രാക്ക് ചെയ്യാൻ പറ്റുമെന്ന്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കുമല്ലോ നമ്മുടെ ഇൻസ്റ്റന്റ് ട്രാൻസ്മിഷനെ കുറിച്ച്. അതിനെക്കുറിച്ച് ഞാൻ അധികം പറയേണ്ട ആവശ്യമില്ലല്ലോ. അതിനുശേഷം നമ്മുടെ ഗോക്കു വളരെ ഹാർഡായിട്ട് ഇവിടെ ട്രൈ ചെയ്യുന്നത് കാണാം. അങ്ങനെ നമ്മുടെ ഗോക്കു നമ്മുടെ മോറോനെ ട്രാക്ക് ചെയ്യും. പക്ഷേ നമ്മുടെ ഗോക്കു ഷോക്കായി പോകും. കാരണം നമ്മുടെ ഗോക്കു ഇത് ചെയ്യുന്നത് നമ്മുടെ മോറോ നോട്ടീസ് ചെയ്തിട്ടുണ്ടാവും. ഇതോടുകൂടിയാണ് ഈ ചാപ്റ്റർ എൻഡ് ആവുന്നത്. അപ്പോൾ ഈ ചാപ്റ്ററിൽ ഇത്രയും കാര്യങ്ങളാണുള്ളത്. അതാണ് ഞാൻ പറഞ്ഞത് വലിയൊരു ചാപ്റ്റർ ആണെന്ന്. ഇത് ഞാൻ സ്കിപ്പ് ചെയ്ത് കളഞ്ഞ ഒരുപാട് കാര്യങ്ങളാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതൊന്നുമല്ല. അപ്പോൾ നിങ്ങൾക്കിത് വായിച്ച് നോക്കിയാൽ മനസ്സിലാവുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ സെറ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. മറ്റൊരു സമയത്ത് കാണുന്നവരെ ബൈ ബൈ.